നാട്ടിൽ നിന്ന് കാനഡ വന്നപ്പോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തൊരു കാര്യമാണ് ബസ് യാത്ര. പക്ഷെ ഇവിടെയും ഉണ്ട് കേട്ടോ പലതരം ബസ്സുകൾ. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചു, ഒരു ബസ് യാത്ര കാണിക്കാമോ? ബസ്സിൽ കയറി ഇരുന്നുള്ള ഒരു ഷോർട്ട് ട്രിപ്പ്, ഓരോ ബസ് സ്റ്റോപ്പും ഷോപ്സും ഒക്കെ കാണിച്ചുകൊണ്ട്. അതിനെന്താ ചെയ്യാലോ എന്ന് ഞാനും വാക്ക് കൊടുത്തു. അതിന്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു വീഡിയോ. എന്റെ കെട്ടിയോൻ ഇവിടുത്തെ ബസ് ഡ്രൈവർ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ അത്ര പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ വാ, നമുക്കൊരു ബസ് യാത്ര നടത്തിയിട്ട് വരാം അല്ലേ? ഏകദേശം 43,420 ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു കൊച്ചു സിറ്റിയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഈ സിറ്റിയുടെ പേരാണ് വെർണൻ. ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റാൻഡ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിന് ഇവിടെ ടെർമിനസ് എന്ന് പറയും. ഇവിടെയാണ് പല നമ്പറുകളിലുള്ള ബസ്സുകൾ വന്ന് നിർത്തുന്നത്. ഓരോ നമ്പറിനും ഓരോ റൂട്ടും കാര്യങ്ങളും ഒക്കെയാണ്. ഈ സ്റ്റാൻഡ് ഇരിക്കുന്ന ഏരിയയാണ് ഡൗൺ ടൗൺ. അതുകൊണ്ട് തന്നെ ഓരോ നമ്പർ ബസ്സുകൾ പോകുമ്പോഴും അതിന്റെ കറക്റ്റ് റൂട്ടും കാര്യങ്ങളും നമുക്കറിയാൻ സാധിക്കും. ഇൻ കേസ് നമ്മൾ മറന്നു പോവുകയാണെങ്കിലും നമ്മൾ ആ സ്റ്റോപ്പിന്റെ മുകളിൽ ചെന്നൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ കറക്റ്റ് ആയിട്ട് ആ നമ്പറും ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടതും എന്നുള്ള കാര്യങ്ങളിലെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വെയിറ്റിംഗ് ഷെഡ്യൂളിൽ ബാക്കി എല്ലാ ഡീറ്റെയിൽസും, ഒരു ബസ് ഏതൊക്കെ സമയത്ത് വരുന്നു, സാറ്റർഡേ, സൺഡേ, മൺഡേ തൊട്ട് ഫ്രൈഡേ വരെയുള്ള എങ്ങനെയാണ് അവരുടെ ഷെഡ്യൂളും കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് മറ്റൊരു പ്രത്യേകതയാട്ടോ. തൊട്ടടുത്ത് നിന്ന് വീഡിയോ എടുത്തിട്ടും അനങ്ങാതെ നിൽക്കുന്ന പ്രാവുകളെ ഉണ്ടോ. കെട്ടിയോൻ ലഞ്ച് ബ്രേക്കിന് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, എടി ഇന്ന് ബസ്സിൽ അധികം ആളൊന്നുമില്ല, നീ വേണേ പോരെ, എനിക്കൊരു കൂട്ടാവല്ലോ. യാത്ര ചെയ്യാൻ അത്രമാത്രം ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളും കൂടെ പുറപ്പെട്ടു. അപ്പോ അവിടെ നിന്ന് എടുത്ത കുറെ വീഡിയോകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടുത്തെ ഈ ബസ് സ്റ്റോപ്പില് കുറെ ഫ്ലാഗുകൾ കാര്യങ്ങൾ എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. അവിടെ കുറെ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾ മഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെ ഇത്തവണ മഞ്ഞ് വളരെ കുറവായിരുന്നു. ഇവിടുത്തെ വെള്ളക്കാര് പറയുന്നത് അവർക്ക് ഇതൊന്നും അക്സെപ്റ്റ് പോലെ ചെയ്യാൻ പറ്റില്ലെന്നാണ്. ഇവിടുത്തെ അവർ പറയുന്ന വിന്റർ എന്ന് പറയുന്നത് നല്ലതുപോലെ സ്നോ വരണം, നല്ല ഒരു തണുപ്പുണ്ടായിരിക്കണം. അതൊന്നും അല്ല. ഇപ്പൊ ഇവര് പറയുന്നത് ഇവിടുത്തെ സ്പ്രിങ്ങും ഫോളും ഒക്കെ കുറഞ്ഞു വരികയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നൊന്നും അറിയില്ലെന്നാണ്. അതായത് മൊത്തത്തിൽ തകിടം മറിഞ്ഞു കിടക്കുകയാണ് കാലാവസ്ഥ എന്നാണ് അവര് പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ തണുപ്പൊന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി എന്നേ ഉള്ളൂ. ആദ്യമൊക്കെ സ്നോ കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷമായിരുന്നു, നല്ല രസം, ഹായ് ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ സ്നോ കണ്ട് വന്നപ്പോഴേക്കുണ്ടല്ലോ അതങ്ങ് മടുത്തു തുടങ്ങി. ഇവിടെ വന്നിരിക്കുന്ന കുറെ പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ കൊച്ചുമായിട്ട് വന്നില്ലേ, കൈ പിടിച്ച് നടക്കേണ്ട ഒരാവശ്യമില്ല. അതിൽ സ്ട്രോളറും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളും അതിനുള്ള ഫെസിലിറ്റിയും ഇവിടുത്തെ ബസ്സുകൾക്കും ഉണ്ട്. നമ്മൾ റോഡ് വഴി പോകുമ്പോൾ അങ്ങനെയും ഉണ്ട്. മറ്റു റൂട്ടുകളിലേക്ക് പോകാനുള്ള ബസ്സുകളെല്ലാം വന്നു. അപ്പോൾ ദേ നല്ല കുഞ്ഞു ബസ്സുമായിട്ട് ഏകദേശം ഒരു 21 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ബസ്സാണിത്. ഈ ബസ്സുമായിട്ടാണ് എൻ്റെ കെട്ടിയൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ ദേ പോകുന്നത് ആംസ്ട്രോങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ആ ആംസ്ട്രോങ് ഇവിടുന്ന് ഒരു 28 കിലോമീറ്റർ അകലെയുണ്ട്. അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 5,711 ആളുകൾ മാത്രമുള്ള ഒരു ചെറിയൊരു സിറ്റിയാണ് ആ ഒരു ആംസ്ട്രോങ്. അവിടെ ഇവിടത്തെക്കാളും കുറച്ചുകൂടെ സ്നോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ ഒരു സംഭവം കണ്ടോ, ഈ ഒരു റാമ്പ് നമ്മൾക്ക് സ്ട്രോളർ ഉന്തി കൊണ്ടുപോകാനായിട്ട് എളുപ്പത്തിന് അവര് ഓപ്പൺ ആക്കി തരുന്നതാണ്. പിന്നെ ഈ കയറി വരുമ്പോഴേക്കും കാണുന്ന ഈ ഒരു കോയിൻ ബോക്സിലാണ് $2.50 ഇടുന്നത്. ഈ ഒരു സംഭവം QR കോഡ് സ്കാൻ ചെയ്യാനുള്ളതാണ്. അതിനാണ് ഒരു യൂമോ എന്ന് പറയുന്ന ആപ്പ് ഉള്ളത്. ഈ ആപ്പിൽ QR കോഡ് കിട്ടും, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫിസിക്കൽ കാർഡ് ഉണ്ട്. അതുവഴിയായിട്ട് നമുക്ക് ഇതിന്റെ പേയ്മെന്റ് നടത്താം. അങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് നമുക്ക് ഒരേ ദിവസം തന്നെ വേറെയും യാത്ര ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫർ ടിക്കറ്റ് ഉണ്ട്. അത് നമ്മൾ ഡ്രൈവറിനോട് ചോദിച്ചാൽ മതി. ഞങ്ങളിപ്പോൾ കയറിയ ഈ ബസ്സിന്റെ പേര് അർബോക്ക് എന്നാണ്. ഈ ബസ് മൺഡേ ടു ഫ്രൈഡേ എല്ലാ പ്രാവശ്യവും എൻട്രപ്പി റൂട്ടിലേക്കാണ് പോവുക. ഇന്നിപ്പോ സാറ്റർഡേ ആണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഈ സാറ്റർഡേ ഈ എൻട്രപ്പി റൂട്ട് വരെ പോകുന്നില്ല. അതിന് പകരം അതിന് മുമ്പ് ആംസ്ട്രോങ് വരെയാണ് ഈ ഒരു ബസ് പോവുക. അപ്പം ഈ ബസ്സിന്റെ നമ്പർ 60 ആണ്. ഇവിടെ അങ്ങനെ ഓരോ നമ്പറുകൾക്കും ഓരോ റൂട്ട് ഉണ്ട് കേട്ടോ. ഒരു 1 to 9 എന്ന് പറയുന്ന നമ്പറുകൾ എപ്പോഴും സിറ്റിക്ക് അകത്തു വഴിയാണ് പോവുക. അത് 7 ദിവസം ഉണ്ടായിരിക്കും. ഇനി 61 എന്ന് പറയുന്ന ബസ് മൺഡേ ടു ഫ്രൈഡേ
മാത്രം ലംബിക്ക് പോകുന്ന ബസ്സാണ്. പക്ഷെ അതിന് ശനി ഞായറും സർവീസ് ഇല്ല. അതുപോലെ തന്നെ ഒരു കാര്യമാണ് 90 എന്ന് പറയുന്നത് UBC കെലോണയ്ക്ക് പോകുന്നതാണ്. അത് 7 ദിവസമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ആംസ്ട്രോങ്ങിലെത്തി. ഇതിപ്പോ കണ്ട് നിങ്ങൾ ഞെട്ടുന്നുണ്ടാവില്ലേ, ഇതെന്തൊരു കൊച്ചു സിറ്റിയാ. അതെ, ഞങ്ങൾ താമസിക്കുന്ന വെർണൻ എന്ന് പറഞ്ഞ സിറ്റിയേക്കാളും ചെറിയൊരു സിറ്റിയാണ് ആംസ്ട്രോങ്. ഇവിടെ ഒരു ടൈമിംഗ് പോയിന്റിൽ എത്തിയപ്പോഴേക്കും ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ഇവിടെ അടുത്ത തൊട്ട് കടകളൊക്കെ കാണാൻ സാധിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തു. അപ്പൊ ഇവിടുത്തെ സ്നോയുടെയും കാര്യങ്ങളുടെയും ഒക്കെ ഫോട്ടോ ഞാൻ എടുക്കുകയായിരുന്നു. ഇവിടെ സ്നോ വന്ന് വീഴുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് വണ്ടികളൊക്കെ ഓടി ചെളിയൊക്കെ ആയിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ ഇതൊരു സ്ലഷ് ഫോമിലേക്ക് വരും. ഈ സ്ലഷ് ഫോമിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ നടക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം സ്ലിപ്പ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പല ഭംഗിയിലുള്ള വീടുകളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാന്ന് പറയുന്നത് നല്ലൊരു രസമാട്ടോ. ഇവിടുത്തെ ബസ്സുകൾക്ക് മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബസ്സിനും അതിൻ്റെതായ സീറ്റിംഗ് കപ്പാസിറ്റിയും സ്റ്റാൻഡിംഗ് കപ്പാസിറ്റിയും ഉണ്ട്. ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്ന അർബോക്ക് എന്ന് പറഞ്ഞ ബസ്സിൽ 21 പേർക്ക് ആകെ ഇരിക്കാൻ സാധിക്കുള്ളൂ. നിൽക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല കേട്ടോ. 21 പേരാണ് ഇവരുടെ മാക്സിമം. ഇത് കണ്ടോ, സ്റ്റോപ്പിംഗ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ബസ്സിൽ ഒരു വയർ പോകത്തില്ലേ, നമ്മൾ കിളി അടിക്കുന്ന ഒരു ലൈൻ, അതുപോലെ ഒരു സാധനം ഇവിടെ ഉണ്ട്. അപ്പൊ അത് ഇറങ്ങേണ്ട ആള് അതിൽ ഞെക്കുമ്പോഴത്തേക്കും ഈ സ്റ്റോപ്പിംഗ് എന്ന് പറയുന്ന സൈൻ അവിടെ എഴുതി കാണിക്കും. അതുപോലെ തന്നെ ഡ്രൈവറിന് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ സ്മൂത്ത് ആയിട്ട് ആ ബസ് സ്റ്റോപ്പിലേക്ക് ഡ്രൈവർ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഡോറ് തുറന്നു തരും. അപ്പോൾ ആ ഡോറിൽ കൂടെ ഇറങ്ങി പോകാം. ഇവിടെ ഇപ്പൊ കണ്ട് 2 കുട്ടികൾ ആ വീടിന്റെ ഫ്രണ്ടിൽ ചുമ്മാ കുക്കി സെയിൽ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഇവിടെ ചില കുട്ടികളൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് അതിന്റെ കാഴ്ചകളൊക്കെ പകർത്തുകയായിരുന്നു. നല്ല രസമാണ് കാണാൻ. എനിക്ക് ഈ വീഡിയോയിൽ എന്തുമാത്രം അത് പകർത്താൻ സാധിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ മഞ്ഞ് വീണ് നല്ല വെള്ള കളറില് ഫുള്ള് ഇരിക്കുന്നത്. ഇതൊക്കെ ഒരു ഫാമാണ്. ഇതൊക്കെ സമ്മറിലാകുമ്പം നമ്മൾ നേരെ വിപരീതമായിട്ട് ഇതെല്ലാം നല്ല പച്ചപ്പിലിരിക്കുന്നതായിരിക്കും. പക്ഷെ ഇപ്പം ഈ മഞ്ഞത്ത് ഇതിങ്ങനെ കിടക്കുകയാണ്. സമ്മർ ആവുമ്പോൾ ഇവിടെയൊക്കെ കൃഷി ഇറക്കി അതിന്റെ പരിപാടികളൊക്കെ തുടങ്ങും. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ കുറച്ച് ആളുകളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ്. ഈ ഫാക്ടറിയുടെ പേരാണ് കോളർ. ഇത് കൂടുതലായിട്ടും ബാത്തബും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുക. ഇവിടെയൊക്കെ ഓരോ ബസ് സ്റ്റോപ്പുകളുണ്ട്. ഈ ബസ് സ്റ്റോപ്പിൽ ആളുകൾ നിൽപ്പുണ്ടെങ്കിൽ ബസ് ഉറപ്പായിട്ടും നിർത്തും. ഇൻ കേസ് ആളുകൾ ആരും ഇല്ലെങ്കിൽ നിർത്തത്തില്ല, മുന്നോട്ട് പോവാണ് പതിവ്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ബസ്സിൽ കയറാനായിട്ട് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. വീൽ ചെയർ ആണെങ്കിലും കുട്ടികളെ കൊണ്ട് സ്ട്രോളറിൽ വരുന്നവരാണെങ്കിലും സൈക്കിളിൽ വരുന്നവർക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ബസ്സിൽ കയറാം. സൈക്കിൾ കൊണ്ടുവരുന്നവർക്ക് മുന്നിൽ വെക്കാനായിട്ട് റാക്കും കാര്യങ്ങളും ഉണ്ട്. ഒരാൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറിയാൽ അയാൾ സുരക്ഷിതമായി സീറ്റിലിരുന്നു എന്ന് ഉറപ്പാക്കിയിട്ടാണ് ഡ്രൈവർ വണ്ടി എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോ ബസ്സിനും അതിൻ്റെതായ സീറ്റിംഗ് കപ്പാസിറ്റിയും സ്റ്റാൻഡിംഗ് കപ്പാസിറ്റിയും ഒക്കെ ഉണ്ടെന്ന്. അങ്ങനെ ആ ഒരു കപ്പാസിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ എഴുതിയിടും. ബസ് ഫുൾ എന്നുള്ളൊരു എംബ്ലം അവർ എഴുതിയിടും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരോട് പറയും, സോറി ബസ് ഫുൾ ആണ്, അതുകൊണ്ടാണ് നിങ്ങളെ കയറ്റാൻ പറ്റാത്തതെന്ന്. അപ്പൊ അതൊക്കെ കറക്റ്റ് റൂള് വൈസ് ആണ് ഇവർ പോകുന്നത്. ഇത് മറ്റൊരു ഫാക്ടറിയാണ്. ഈ ഫാക്ടറിയുടെ പേരാണ് ടോൾകോ. ഇത് മെയിൻ ആയിട്ടും ഇവിടുത്തെ തടി, ലംബർ എന്ന് പറയുന്ന അത് ഉപയോഗിച്ച് ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്നതാണ്. ഇതിന്റെ അപ്പുറത്തായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ലേക്ക് കണ്ടോ. ഈ ലേക്കിലാണ് നമ്മൾ ഇതിനു മുമ്പ് ഐസ് ഫിഷിങ്ങിന് പോയത്. ഫുൾ ഐസ് ആയിട്ട് കിടക്കുകയാണ്. ഇതിന്റെ മേളിൽ കൂടെ ആളുകൾ വണ്ടി ഓടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ മുകളിൽ സ്ക്രീൻ കണ്ടോ, ഈ സ്ക്രീനിലാണ് അടുത്ത സ്റ്റോപ്പ് എന്തൊക്കെയാണെന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് എഴുതി വരുന്നത്. ഇവിടെ നമ്മൾ കുറച്ചു നേരം വണ്ടി നിർത്തിയിട്ടു. കാരണം ഇതൊരു ടൈമിംഗ് പോയിന്റ് ആണ്. ടൈമിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? അതായത് പറയാം കേട്ടോ, ഇവർക്ക് അവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. ആ സ്ക്രീനിൽ ഇവർക്ക് അറിയാൻ സാധിക്കും എത്ര സമയമായി. ഇപ്പോൾ ആ ടൈമിംഗ് പോയിന്റ് എന്ന് പറയുന്നതിൽ ഒരു പോസിറ്റീവ് ആയിരുന്നു അവർക്ക് കാണിച്ചിരുന്നത്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം മുന്നേ നമ്മൾ ചെല്ലുകയാണ്. അപ്പൊ അവർക്ക് അങ്ങനെ മുന്നേ ചെല്ലേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 9 മണിക്കാണ് അവരുടെ ഷെഡ്യൂൾഡ് ടൈമെങ്കിൽ അവരൊരു 9:01 ആകുമ്പോൾ, അതായത് 1 മിനിറ്റെങ്കിലും ലേറ്റ് ആയിട്ടേ എത്താൻ സാധിക്കുള്ളൂ. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് സെൽഫി വീഡിയോ ഒക്കെ എടുത്തു. കാരണം ഇതിനകത്ത് ആളുകൾ ആരും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് നല്ല സ്വാതന്ത്ര്യമായല്ലോ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. അപ്പം ഞങ്ങൾ ഇങ്ങനെ എടുക്കുകയായിരുന്നു. പിന്നെ ഇവിടുത്തെ ആ ഒരു സിറ്റിയുടെ പ്രത്യേകത കണ്ടോ, ഒരു ബിൽഡിങ്സ് ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മൾ ശരിക്കും ഒരു വിൻറ്റേജ് ഒരു രസമാണ് അല്ലേ. ഇതിപ്പോൾ സ്റ്റോപ്പ് സൈൻ ആണ്. ഈ സ്റ്റോപ്പ് സൈനിൽ നമ്മൾ എല്ലാ വണ്ടികളും നിർത്തണം എന്നാണ് ഇവിടുത്തെ ഒരു റൂൾ എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു റെയിൽവേ ട്രാക്കാണ്. ഈ റെയിൽവേ ട്രാക്കിലൂടെ എപ്പോഴും ട്രെയിനും കാര്യങ്ങളൊന്നുമില്ല. ഇത് വല്ലപ്പോഴും ഒരു ഗുഡ്സ് ട്രെയിനും കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് ഉള്ളത്. ഇവിടുത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകതയാണ്.
ആളുകൾ വളരെ ചെറിയ ഒരു സിറ്റിയിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും തന്നെ സിറ്റിയിൽ അവർക്ക് അവൈലബിൾ ആണ്. ഇതൊരു സ്കൂളാണ്. സ്കൂളിലെ സ്കൂൾ ബസ്സും കാര്യങ്ങളും ഒക്കെ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടോ. അവിടെ അതിന്റെ പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബസ് പോലെ പലതരം ബസ്സുകൾ എൻ്റെ കെട്ടിയവൻ ഓടിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാ ബസ്സിലും യാത്ര ചെയ്യുന്നതായിരിക്കും, അതിനൊപ്പം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും സ്റ്റേ കണക്റ്റഡ് ഫോർ മോർ വീഡിയോസ് കേട്ടോ. അങ്ങനെ ഇവിടെ ഇപ്പം ഈ ഒരു ബസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു ഫ്രണ്ടിലായിട്ട് 4 സീറ്റുകൾ മടക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീൽ ചെയർ ഉള്ളവർക്കും വന്ന് പാർക്ക് ചെയ്യാം. അതായത് ഞാനിപ്പോൾ കൊച്ചിനെ കൊണ്ടുവന്ന സ്ട്രോളറുകാർ മാത്രമല്ല, വീൽ ചെയറുകാർക്കും അവിടെ ഇടാനും സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സേഫ്റ്റി എപ്പോഴും പ്രധാനമായിട്ടൊരു കാര്യം കേട്ടോ. അപ്പം ഇൻ കേസ് നമ്മൾ സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ ഡ്രൈവർ ഒന്നുകൂടെ ചോദിച്ച് മേക്ക് ഷുവർ ചെയ്യും എല്ലാവരും സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടോ എന്നുള്ളത്. അത് ഇടയ്ക്കിടയ്ക്ക് ബസ്സിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ആളുകൾ ആരും ഇല്ലായിരുന്നപ്പം ഞാൻ എടുത്ത വീഡിയോ ആണിത്. ഇതൊരു ടൈമിംഗ് പോയിന്റ് ഇപ്പോൾ കണ്ടോ, -1 -52. അതായത് നമ്മളിപ്പം 1 minute 51 second ലേറ്റ് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് ഓക്കെയാണ്. ഈ സ്ക്രീനിൽ ഇവർക്ക് ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവർക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ഈ ഒരു മാപ്പൊക്കെ യൂസ് ചെയ്താണ് വെക്കുന്നത്. പിന്നെ അവർക്ക് സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് എല്ലാ വണ്ടി ഓടിക്കുന്നതിന് എല്ലാ കാര്യങ്ങളും. പുള്ളിക്ക് വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാട്ടോ. അതുകൊണ്ട് തന്നെ പുള്ളി എൻജോയ് ചെയ്താണ് ഓടിക്കുന്നത്. ഞങ്ങൾ എന്തായാലും ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്ക് ഏകദേശം ഇറങ്ങാറായി. അപ്പം ഞാൻ തിരിച്ച് അവനെ ജാക്കറ്റൊക്കെ ഇട്ട് അവനെ സ്ട്രോളറിൽ തന്നെ ഇരുത്തി ലോക്കിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇനി ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങാറാവുമ്പോഴും കണ്ടോ, റാമ്പ് പൊങ്ങി വളരെ കൃത്യമായിട്ട് ആ ഒരു കർബിലേക്ക് വെക്കുകയാണ്. ഞങ്ങളപ്പോൾ ഇറങ്ങാൻ വേണ്ടിയുള്ള വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഇറങ്ങുകയാണ്. ഇനിയും ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കാണാനായിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒക്കെ ക്ലോസ് ചെയ്ത് പോവുകയാണ്. ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ എന്തായാലും ഒരു അടിപൊളി രസമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ട് ഒരു മടുപ്പും തോന്നിയില്ല കേട്ടോ. അങ്ങനെ പപ്പായ്ക്ക് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലോട്ട് പോന്നു. അപ്പം ഇനിയും ഇതുപോലെ യാത്രകളും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ കണക്റ്റഡ്. ലവ് യു ഓൾ. ബൈ ബൈ.